നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന കലോത്സവത്തിൽ അപ്രതീക്ഷിത മുന്നേറ്റത്തിനൊടുവിൽ തൃശൂരിന് സ്വർണ്ണക്കപ്പ്. അവസാന നിമിഷം വരെ നീണ്ട സസ്പെൻസിനൊടുവിലാണ് കലാകിരീടം തൃശൂരിലേക്ക് എത്തുന്നത്. തൃശൂരും പാലക്കാടും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അവസാന ദിനത്തിൽ നടന്നത്. അവസാന ഇനമായ ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് സ്കിറ്റിൽ ബി ഗ്രേഡ് ലഭിച്ചാൽ പോലും കിരീടം ലഭിക്കുമായിരുന്ന സ്ഥിതിയായിരുന്നു. അതേസമയം സി ഗ്രേഡ് ലഭിച്ചാൽ പാലക്കാട് മുന്നിലെത്തുമായിരുന്നു. ഇതോടെ കലോത്സവത്തിലെ എല്ലാ ശ്രദ്ധയും ഇംഗ്ലീഷ് സ്കിറ്റിലായി. ഫലപ്രഖ്യാപനം വന്നപ്പോൾ തൃശൂരിന് ബി ഗ്രേഡും കപ്പും ലഭിച്ചു. ഫോട്ടോ ഫിനിഷിലേക്ക് കടന്ന മത്സരത്തിനൊടുവിൽ പാലക്കാട് രണ്ടാമതായി. തൃശൂരിന് 1008 പോയിന്റും പാലക്കാടിന് 1007 പോയിന്റുമാണ് ലഭിച്ചത്. കഴിഞ്ഞ കൊല്ലം കലോത്സവത്തിൽ അവസാന ദിനങ്ങളിലെ അട്ടിമറിയിൽ കിരീടം നേടിയ കണ്ണൂരായിരുന്നു ഇത്തവണ ആദ്യ ദിനം മുതൽ മുന്നിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിനെ മറികടന്ന് തൃശൂർ മുന്നിലെത്തി. എന്നാൽ സമീപകാലത്ത് മികച്ച പ്രകടനത്തോടെ തുടർ കിരീടം നേടിയിരുന്ന കോഴിക്കോട് 1000 പോയിന്റോടെ നാലാമതായി. 26 വർഷത്തിന് ശേഷമാണ് കലാകിരീടം തൃശൂരിലേക്ക് എത്തുന്നത്. 1994, 96, 99 വർഷങ്ങളിലാണ് തൃശൂരിന് കപ്പ് ലഭിച്ചിട്ടുള്ളത്. KSTU പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 10, 11 തീയതികളിൽ കൊപ്പത്ത് വെച്ച് നടക്കും. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തകർക്കരുത് പൊതുവിദ്യാഭ്യാസം, തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ KSTUവിന്റെ 46ാമത് ജില്ലാ സമ്മേളനം കൊപ്പത്ത് വെച്ച് നടക്കുന്നത്. ജനുവരി 10, 11 തീയതികളിൽ കൊപ്പം കരിങ്ങനാടുള്ള സിൻഡിക്കേറ്റ് മാളിലാണ് സമ്മേളനം നടത്തുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10-ന് വൈകുന്നേരം 4 മണിക്ക് ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്തെ പതാകയോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുറന്നു നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. 11-ന് രാവിലെ വിളംബര റാലി ആരംഭിക്കും. കൊപ്പം സെന്ററിൽ നിന്നുമാണ് റാലി. തുറന്നു നടക്കുന്ന സമ്മേളനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്യും. MA സമദ് മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ എക്കാലത്തും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുകയും അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അതിന്റെ 46ാമത് സംസ്ഥാന സമ്മേളനം ജനുവരി 19, 20, 21 തീയതികളിലായി സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനങ്ങളുടെ മുന്നോടിയായി എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടുവരികയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, തൃശൂർ, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കം എല്ലാ ജില്ലകളിലും സമ്മേളനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെടും. ഈ വരുന്ന 10, 11 തീയതികളിലായി കൊപ്പത്ത് വെച്ചിട്ടാണ് പാലക്കാട് ജില്ലാ സമ്മേളനം നടക്കുന്നത്. 11-ന് രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ സമ്മേളനം നടക്കും. പൊതുവിദ്യാഭ്യാസവും വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിലാണ് വിദ്യാഭ്യാസ സെമിനാർ. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CA കരീം വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 12 മണിക്ക് വനിതാ സമ്മേളനം നടക്കും. അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2 മണിക്ക് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം ഹമീദ് കൊമ്പത്ത് ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ സമ്മേളനത്തിന് സമാപനമാകും. പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ന് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ഭരണകൂട അനീതികൾക്കുമെതിരെ പ്രതികരിക്കുന്നതിനും സമ്മേളനം നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു.
വളരെ സൈലന്റ് ആയിക്കൊണ്ട് ഈ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് എതിരായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും പാഠപുസ്തക പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം ജൂൺ മാസത്തിൽ പുതിയതായി വിതരണം ചെയ്ത പാഠപുസ്തകങ്ങൾ, ചില ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഈ വർഷം അടുത്ത വർഷത്തേക്ക് വീണ്ടും മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ചില സാഹചര്യങ്ങളിലൊക്കെ ഗവൺമെന്റിനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. കൃത്യമായ പ്രൊസീജിയറിലൂടെ കടന്നു പോകാതെ വേണ്ടപ്പെട്ട എക്സ്പേർട്ടുകളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാതെ ഈ പാഠപുസ്തകം പരിഷ്കരിക്കുകയും ഒരു സുപ്രഭാതത്തിൽ പുതിയ പാഠപുസ്തകം അവതരിപ്പിക്കപ്പെടുകയും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഇ മുസ്തഫ, KSTU ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത്, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി പി അബ്ദുൽ നാസർ, സംസ്ഥാന സെക്രട്ടറി അംഗം പി ഖാലിദ്, ജില്ലാ സെക്രട്ടറി സത്താർ താനിയൻ, CK ഷമീർ ബാബു, പി സാജിദ് തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത്. മദമിളകിയ ആന ഒരാളെ തൂക്കിയെറിഞ്ഞു. ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ ഇയാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. അതേസമയം ആന മദമിളകിയതോടെ തിക്കിലും തിരക്കിലും വിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റു. ആന ഇടഞ്ഞതോടെ പാപ്പാൻ മറ്റു ആനകളെ പ്രദേശത്ത് നിന്ന് മാറ്റിയതോടെ വലിയ അപകടമൊഴിവായി. ഇടഞ്ഞ ആനയെ പാപ്പാൻ തളച്ചു. 8 ദിവസമായി തുടരുന്ന നേർച്ചയുടെ സമാപനത്തിലാണ് ആന ഇടഞ്ഞത്. പുലർച്ചെ 12:30യോടെയായിരുന്നു സംഭവം. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് ആന ഇടയുകയായിരുന്നു. പോത്തന്നൂരിൽ നിന്ന് വന്ന വരവ് യാറത്തിന് മുൻപിലാണ് ആന ഇടഞ്ഞത്. ഈ സമയത്ത് ആളുകൾ ഭയന്നോടി. തിക്കിലും തിരക്കിലും വിട്ട് 21 പേർക്ക് പരിക്കേറ്റു. ഇതിൽ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ ആന തൂക്കിയെടുത്ത് എറിഞ്ഞയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. CCTV ന്യൂസ് തൃത്താല. മുതുതല പഞ്ചായത്തിലെ പാലിയേറ്റീവ് സമിതിക്ക് വാഹനം വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച UDFന്റെ പ്രതിഷേധം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച്. സമരം നേരിയ തോതിൽ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി. അഴിമതി ഭരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ നിങ്ങളെവരുടെയും മഹനീയ സാന്നിധ്യവും പിന്തുണയും വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപേക്ഷിക്കുകയാണ്. മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ പാലിറ്റീവ് വാഹനവുമായി ബന്ധപ്പെട്ട് നടന്ന ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മുതുതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. 2017 സ്വന്തമായി പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വാഹനം വാങ്ങിയെങ്കിലും ഇപ്പോഴും ആ വാഹനത്തിന് വാടക ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ വാങ്ങിയ വാഹനം ഗവൺമെന്റിന് 8 വർഷമായിട്ടും കൈമാറിയിട്ടില്ല. വാടക തട്ടിയെടുക്കാനുള്ള മാർഗമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണെന്നും UDF ആരോപിച്ചു. മാർച്ച് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുന്നേ പോലീസ് തടഞ്ഞ് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. UDF പഞ്ചായത്ത് ചെയർമാൻ KT സൈദലവിയുടെ അധ്യക്ഷതയിൽ KPCC അംഗം റിയാസ് മുക്കോളി സമരം ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവിന്റെ വാഹനം നമുക്കെല്ലാവർക്കും അറിയാം. ആരാണ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ? ആർക്കാണ് പാലിയേറ്റീവിന്റെ ഉപകാരം ലഭിക്കുന്നവർ? പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ ഇവിടെ നടന്നു വരാൻ പറ്റാത്തവർ, തന്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ പോലും പോയി ചികിത്സ നേടാൻ പറ്റാത്തവരാണ് പാലിയേറ്റീവിന്റെ ആ വാഹനം കാത്തു നിൽക്കുന്നവർ. കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാത്തവർ, ഗുരുതരമായ രോഗം ബാധിച്ചവർ, സ്വന്തം വീടിന്റെ മുറ്റത്താണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവർ, അങ്ങനെയുള്ള 100-ലേറെ രോഗികളുള്ള പഞ്ചായത്താണ് മുതുതല. ആ
നൂറിലേറെ രോഗികൾക്ക് ആശയമാണ്, ആശ്വാസമാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വാഹനം. ഈ രോഗികൾ ഓരോ ദിവസവും തന്റെ വീട്ടിലേക്ക് വാഹനം വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തന്റെ ശരീരം മരുന്ന് വെക്കാനും വൃത്തിയാക്കാനും വേണ്ട ചികിത്സ നൽകാനും മരുന്ന് നൽകാനും ഒക്കെ വരുന്ന ബന്ധപ്പെട്ട ആരോഗ്യ ഉദ്യോഗസ്ഥന്മാരും പാലിയേറ്റീവ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വരുന്നതും കാത്ത് വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നവരാണ് അത്തരം രോഗികൾ. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ CA റാസി, PT മുഹമ്മദ്, KTA ജബ്ബാർ, ജയശങ്കർ കൊട്ടാരത്തിൽ, KN സന്തോഷ് കുമാർ, KM മുഹമ്മദ്, KV ഖബീർ, KP മണി, CP വനജ, K സൈനുൽ ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി 111ാമത് നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി 111ാം നേർച്ചയുടെ ഭാഗമായുള്ള കേന്ദ്രാഘോഷ കമ്മിറ്റി ഓഫീസാണ് ജനുവരി 10 പ്രവർത്തനം ആരംഭിക്കുക. ജനുവരി 10 വൈകുന്നേരം 6:30 VK ശ്രീകണ്ഠൻ MP ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 8, 9 തീയതികളാണ് ഇത്തവണ നേർച്ചാഘോഷം കൊണ്ടാടുന്നത്. ഇതിന് മുന്നോടിയായാണ് കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസ് ആരംഭിക്കുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമെല്ലാം ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജാറത്തിന് സമീപം ടൗണിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിട്ടാണ് സ്വാസംഗം ഓഫീസ് തുറക്കപ്പെടുന്നത്. ബഹുമാനായ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ അവர்களാണ് കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തദവസരത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗീത മണികണ്ഠൻ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ഷാജി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റഷീദ്, അതുപോലെ വിശിഷ്ട വ്യക്തികളായിട്ടുള്ള സയ്യിദ് കുഞ്ഞിശ്ശേരി കോയത്തങ്ങൾ, ജിലാനി കറുവത്തൂര്, അതേപോലെ അണ്ടരാടിമന കിരാതമൂർത്തി, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, പട്ടാമ്പിയിലെ നഗരസഭാ പ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് കമാൽ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ 56ഓളം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നേർച്ചാഘോഷം കൊണ്ടാടുന്നത്. ഇതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KR നാരായണസ്വാമി, സെക്രട്ടറി അലി പൂവത്തിങ്ങൽ, ട്രഷറർ AV അബു, PP വാഹിദ് കൽപ്പക എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. തൃത്താല ബ്ലോക്ക് ചാലിശ്ശേരി പഞ്ചായത്ത് അറക്കൽ സെന്റർ ഹരിത ടൗണായി പ്രഖ്യാപിക്കലും നിർദ്ദേശക ബോർഡുകൾ സ്ഥാപിക്കലും സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നേതൃത്വം നൽകി. മെമ്പർമാരായ ഷഹന അലി, റംല വീരാൻകുട്ടി, ഫാത്തിമ സിൽജ, ഹുസൈൻ പുളിയഞ്ഞാലിൽ, നിഷ, ആനി വിനു, CDS ചെയർപേഴ്സൺ ലത സൽഗുണൻ, ഹരിത കേരള മിഷൻ ബ്ലോക്ക് RP നീരജ രാമദാസ്, പഞ്ചായത്ത് HI രാഹുൽ, മറ്റു ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, പ്രദേശവാസികൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തയിലേക്ക്. ചാലിശ്ശേരി പഞ്ചായത്തിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ 10 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. വർഷങ്ങളായി ചാലിശ്ശേരി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായിരുന്നു. വ്യാപകമായി കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടാൻ അധികാരികളുടെ സഹായം തേടിയത്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 3, 13 എന്നീ വാർഡുകളിലാണ് പന്നികളെ കൊല്ലാൻ ആരംഭിച്ചത്. ചൊവ്വാഴ്ച കാലത്ത് 7 മണി മുതൽ ആരംഭിച്ച പന്നിവേട്ടയിൽ 10 പന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. മങ്കട സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ 30ഓളം പേരടങ്ങുന്ന സംഘമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് പിടികൂടിയത്. ജനപ്രതിനിധികളും കർഷകരും നാട്ടുകാരുമെല്ലാം പന്നിവേട്ടയിൽ പങ്കെടുത്തു. പ്രത്യേക പരിശീലനം നേടിയ വേട്ടനായ്ക്കൾ മണം പിടിച്ചെടുത്ത് പന്നികളെ വേട്ടക്കാർക്ക് കാണിച്ചു നൽകി. തുടർന്നാണ് ഇവയെ നിറയൊഴിച്ചു കൊന്നത്. 1/4 ലക്ഷത്തോളം രൂപയാണ് കർഷകർ ഇതിനായി ചിലവഴിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും കർഷകർക്ക് പിന്തുണ നൽകി. മുൻപും സമാന രീതിയിൽ പ്രദേശത്ത് പന്നിവേട്ട നടത്തിയിരുന്നു. കൃഷി ഭയങ്കരമായിട്ട് നശിപ്പിച്ചിട്ട് ഞങ്ങളിപ്പോൾ ആ പന്നീനെ പിടിച്ചിട്ടുണ്ട്. 3-ാം വാർഡും 11-ാം വാർഡുമാണ് അതിന് പ്രോത്സാഹനം ചെയ്തിട്ട് പിടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തത്. പഞ്ചായത്തും കൃഷിഭവനും കൂടിയിട്ട് നമ്മൾ കർഷകരുടെ ഒരു
വലിയൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രാതിനിധ്യം കുറവായിരുന്നു, എന്നാലും എല്ലാവരും പങ്കെടുത്തു. അപ്പോൾ വാർഡടിസ്ഥാനത്തിൽ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇത് പിടിക്കാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത് 3-11 കൂടിയിട്ട് തന്നെയാണ്. ഇപ്രാവശ്യം തുടക്കം കുറിച്ചെടുക്കുന്നത് 3-11 കൂടിയിട്ട് തന്നെയാണ്. 3-ാം വാർഡിൽ നിന്ന് ആദ്യം പിടിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ 10ഓളം പന്നികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള വാർഡുകൾ, എല്ലാ വാർഡുകളും പിടിച്ചാലാണ് ഇത് കർഷകർക്ക് ഒരു ഉപകാരമായിട്ട് മാറുള്ളൂ. കർഷകർ വലിയ പ്രയാസത്തിലാണ്. എല്ലാ നെൽകൃഷിയൊക്കെ വളരെ വലിയ രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നെൽകൃഷി മാത്രമല്ല, എല്ലാ കാർഷിക വിളകളും ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എല്ലാ വാർഡുകളിലും പിടിച്ചാൽ തന്നെയാണ് അതിനുള്ളൊരു പ്രവർത്തനം എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തുടർന്നുണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷ. 3-ാം വാർഡിലെ കർഷകരുടെയും നാട്ടുകാരുടെയും കൂട്ടമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 10 പന്നികളെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. ഇതിൽ അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫണ്ട് കണ്ടെത്തുന്നതിനൊക്കെ ആയിട്ട്. ഇതുകൊണ്ടൊന്നും പന്നിയുടെ ശല്യമൊന്നും കുറയാൻ പോകുന്നില്ല. എന്തായാലും ഇനിയും ഒരുപാട് പന്നികളുടെ ശല്യം ഇനിയും ഉണ്ടാവും. മറ്റ് വാർഡുകളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ പന്നികളെ ഇതുപോലെ വെടിവെച്ച് കൊന്നാൽ മാത്രമാണ് ഈ വാർഡിലും കൂടി പന്നിയുടെ ശല്യം കുറയുള്ളൂ. CCTV ന്യൂസ് തൃത്താല. പ്രസിദ്ധമായ പട്ടാമ്പി പന്തയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല താലപ്പൊലി ആഘോഷിച്ചു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ വൈകുന്നേരത്തോടെ ക്ഷേത്രത്തിലെത്തി. ഗജവീരന്മാരും ഇണക്കാളകളും നാടൻ കലാരൂപങ്ങളും താലപ്പൊലിക്ക് വർണ്ണക്കാഴ്ചയേകി.
തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് സ്മാർട്ട് കിച്ചൺ പഠനമുറി ഡ്രോൺ പൈലറ്റ് പരിശീലനം പദ്ധതികൾക്ക് തുടക്കമായി. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മക്കൾക്ക് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ദുരിത ജീവിതം നയിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തുന്നതിന് അവരുടെ കഴിവുകൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നതിനൊക്കെ തന്നെ അവരെ പ്രാപ്തമാക്കുക, സമൂഹത്തിന്റെ മുൻകാരിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് എത്ര വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് പഠനമുറി എന്നുള്ള ഒരു പദ്ധതി വളരെ ഭംഗിയായിട്ട് നടപ്പാക്കി വരുന്നത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് കിച്ചൺ പഠനമുറി പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡു വിതരണവും 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് താക്കോൽദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജിന നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ മാസ്റ്റർ അധ്യക്ഷനായി. SCDO ഗിരീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഡ്രോൺ പൈലറ്റ് പരിശീലനം 3ാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രകാരം 2 ഗഡുക്കളായി 1 ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് നൽകുന്നത്. പഠനമുറിക്ക് 3 ഗഡുക്കളായി 2 ലക്ഷം രൂപയാണ് നൽകുന്നത്. കേന്ദ്ര സിവിൽ ഏവിയേഷൻ അക്കാദമിയുടെ അംഗീകാരമുള്ള ഡ്രോൺ പൈലറ്റ് പരിശീലനം ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലിയും ബ്ലോക്ക് പഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ പദ്ധതികളാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്മാർട്ട് കിച്ചണും ഡ്രോൺ പൈലറ്റ് പരിശീലനവും. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ക്ഷേമകാര്യ സ്ഥിരം ചെയർപേഴ്സൺ ഷെരീന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MT ഗീത, ധന്യ സുരേന്ദ്രൻ, കുബ്ര ഷാജഹാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ സ്വാഗതവും മെമ്പർ ശ്രീലത M നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക, നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യവുമായി 34ാമത് ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കൂറ്റനാട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച VM ബാലൻ NP തങ്കമ്മ നഗറിൽ രാവിലെ 10-ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് K അജില അധ്യക്ഷയാകും. ചെറുകാട് അവാർഡ് ദാനവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന R ചന്ദ്രന് അനുമോദനവും നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബദറുന്നിസ, സംസ്ഥാന സെക്രട്ടറി AK ബീന എന്നിവർ പങ്കെടുക്കും. 13 ജില്ലകളിൽ നിന്നായി 600 പ്രതിനിധികൾ പങ്കെടുക്കും. വൈകിട്ട് 4:30-ന് ന്യൂ ബസാറിൽ നിന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡ് വരെ 2000 അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം നടക്കും. തുടർന്ന് കൂറ്റനാട് ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി MR മഹേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് K അജില, സംസ്ഥാന കമ്മിറ്റി അംഗം K പ്രസാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ഷാജു, E ബാലകൃഷ്ണൻ, VP ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു. പ്രധാനമായി നമ്മൾ പടിഞ്ഞാറങ്ങാടി റോഡിലേക്കും അതുപോലെ തന്നെ തൃത്താല റോഡിലേക്കും വാഹന തടസ്സം ഉണ്ടാക്കാത്ത രൂപത്തിൽ കൂറ്റനാട് ബസ് സ്റ്റാൻഡിലേക്ക് അധ്യാപകർ പ്രകടനം ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞതുപോലെ 2000-ലേറെ അധ്യാപകർ പ്രധാനമായും തൃത്താല സബ് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അധ്യാപകർ പങ്കെടുക്കുന്ന വലിയ ഒരു അധ്യാപക പ്രകടനം പൊതുജനങ്ങൾക്കും മറ്റ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 4-5 മണിയോടുകൂടി പ്രകടനം അവസാനിപ്പിക്കും. ആ പ്രകടനം അവസാനിപ്പിക്കും പൊതുസമ്മേളനം ആരംഭിക്കും. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MLA-യും തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായ സഖാവ് MB രാജേഷാണ്. ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ് തൃത്താല. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.